പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 ചൊവ്വ. പ്രധാന വാർത്തകൾ. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. $ഡോളറിനെതിരെ 83.51 എന്ന നിരക്കിലേക്കാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഏപ്രിൽ 4 രേഖപ്പെടുത്തിയ 83.455 ആയിരുന്നു ഇതുവരെയുള്ള രൂപയുടെ ഏറ്റവും താഴ്ന്ന മൂല്യം. പശ്ചിമേഷ്യൻ സംഘർഷവും ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാൻ വൈകുമെന്ന സൂചനയുമാണ് രൂപയുടെ മൂല്യത്തിൽ ചലനമുണ്ടാക്കിയത്. അതേസമയം സ്വർണ്ണവിലയിലെ വർധനവ് തുടരുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി 54,000 കടന്ന് പവന്റെ വില റെക്കോർഡ് കുതിപ്പിലാണ്. ദമാമിലും പരിസര പ്രദേശങ്ങളിലും ഇടിയും മിന്നലോടും കൂടി കനത്ത മഴയ്ക്ക് ഇതുവരെ ശമനമുണ്ടായിട്ടില്ല. ഗഫ്ജി, അൽഹസ, ജുബൈൽ എന്നിവിടങ്ങളിൽ ശക്തമായ ഇടിയും മിന്നലോടും കൂടി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. 2 ദിവസം ഇത് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. കാറ്റ് ആഞ്ഞു വീശുന്നതിനാൽ പലയിടങ്ങളിലും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും മറ്റും നിലം പതിക്കുകയും കൂടാതെ റോഡുകളിലെ വെള്ളക്കെട്ടുകളും കാരണം ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിച്ചു. ഒമാനിലെ മഴക്കെടുതിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ആലപ്പുഴ സ്വദേശി അശ്വിൻ ടൈറ്റസ്. കാറിന് മുകളിൽ കയറിയും ഗാരേജിന്റെ മേൽക്കൂരയിൽ കയറിയുമാണ് ആളുകൾ രക്ഷപ്പെട്ടത്. ജോലി ചെയ്യുന്ന ഗാരേജിന്റെ ഉയരത്തിൽ വരെ വെള്ളമെത്തിയെന്നും കിച്ചണിൽ കുടുങ്ങിയവരെ മേൽക്കൂര പൊളിച്ചാണ് രക്ഷിച്ചതെന്നും അശ്വിൻ പറയുന്നു. UPSC സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് 1ാം റാങ്ക്. അനിമേഷ് പ്രധാൻ 2ാം റാങ്കും അനന്യ റെഡ്ഡി 3ാം റാങ്കും നേടി. മലയാളിയായ സിദ്ധാർത്ഥ രാംകുമാറിനാണ് 4ാം റാങ്ക്. എറണാകുളം സ്വദേശിയാണ്. ഇത്തവണ ജനറൽ വിഭാഗത്തിൽ 347 പേർക്കും OBC വിഭാഗത്തിൽ 303 പേർക്കും ഉൾപ്പെടെ 1016 പേർക്കാണ് റാങ്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ 180 പേരെ IASനും 37 പേരെ IFSനും 200 പേരെ IPSനും ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ കേസിൽ ദിയാധനം നൽകാൻ കുടുംബവുമായി ധാരണയായ വിവരം അറിയിച്ചും വധശിക്ഷ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും റഹീമിന്റെ വക്കീൽ ഓൺലൈൻ കോടതിക്ക് അപേക്ഷ നൽകി. ഹർജി കോടതി സ്വീകരിച്ചതായി പ്രതിഭാഗം വക്കീൽ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തുവ്വൂരും പറഞ്ഞു. ഇനി കോടതിയുടെ മറുപടിക്കായുള്ള കാത്തിരിപ്പാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് നൽകിയതിന് ശേഷമായിരിക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി ഉത്തരവുണ്ടാവുക എന്നാണ് നിയമവിദഗ്ധർ അറിയിച്ചത്. UAEയിൽ തുടരുന്ന അസ്ഥിര കാലാവസ്ഥ ദുബൈ വിമാനത്താവളത്തിന്റെ സാധാരണ നിലയിലുള്ള പ്രവർത്തനത്തെ ബാധിച്ചു. 25 മിനിറ്റോളം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായി ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വക്താവ് പറഞ്ഞു. ശക്തമായ കാറ്റിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസുകളാണ് തടസ്സപ്പെട്ടത്. പുലർച്ചെ മുതലുള്ള 21 ഔട്ട്ബൗണ്ട് 24 ഇൻബൗണ്ട് ഫ്ലൈറ്റുകളും റദ്ദാക്കി. 3 വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. ദുബായ് വിമാനത്താവളത്തിലേക്ക് എത്തുന്നതും അവിടെ നിന്നും പുറപ്പെടുന്നതുമായി നിരവധി വിമാനങ്ങളാണ് വൈകിയത്. ദുബായിൽ നിന്ന് പുറപ്പെടുന്ന 9 വിമാനങ്ങളും ദുബായിലേക്ക് എത്തുന്ന 8 വിമാനങ്ങളും ഇന്ന് രാവിലെ റദ്ദാക്കി. 3 വിമാനങ്ങൾ സമീപത്തെ എയർപോർട്ടുകളിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.